ഇന്നത്തെ ടോപ്പിക് എന്താ അറിയോ? ഇന്നത്തെ ടോപ്പിക്കുകൾ പറയാൻ പോണത് ഒരു സഹോദരൻ്റെ പേരിൽ നിന്ന് അല്ലെങ്കിൽ ഫാദറിൻ്റെ പേരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട ഒരാളെ പേരിൽ നിന്ന് സെയിം അഡ്രസ്സായ വാഹനം നമ്മളെ പേർക്ക് മാറുമ്പോൾ എന്താണ് ചെയ്യേണ്ടതില്ലാണ്. മിക്ക ആളും സംശയമാണ്. അപ്പോൾ അതൊന്ന് വിവരിക്കുക എന്നുള്ളൊരു കാര്യം ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഉദാഹരണം, എൻ്റെ അനിയൻ്റെ വണ്ടി അല്ലെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ വണ്ടി എൻ്റെ പേരിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എൻ്റെ അനിയൻ അവിടെ ഹാജരാവണം. RTO ഓഫീസിൽ ഹാജരായതിനു ശേഷം ഹിയറിങ്, അതായത് RTOയിലെ ഉദ്യോഗസ്ഥർ ഹിയറിങ്ങിന് ശേഷം മാത്രമേ ഉള്ളൂ അവരെ RC മാറ്റി കൊടുക്കുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആദ്യം നോർമൽ ഫീസ് തന്നെ ആ ഫീസ് അടച്ചതിന് ശേഷം RTOൻ്റെ സമയം നോക്കിയിട്ട്, സാധാരണ ഉച്ചയ്ക്ക് 1 മണി മുമ്പാണ്, 1 മണി മുമ്പ് നമ്മൾ ഓഫീസിൽ ഹാജരായതിനു ശേഷം അവിടെ ഹിയറിങ് നടത്തിയതിന് ശേഷം നമ്മൾ RC മാറ്റുന്നില്ലാണ്. ഉദാഹരണം, സെയിം അഡ്രസ്സിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, സെയിം അഡ്രസ്സ് എന്നാലും ഉദാഹരണം ഒരു വീട്ടുപേര്, ആ വീട്ടുപേര് നാട്ടിൽ വേറെ ആൾക്കാണെങ്കിൽ പോലും അവർ ഓഫീസിൽ ഹാജരാവേണ്ട സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ മാറുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, സെയിം അഡ്രസ്സിലെ വാഹനങ്ങൾ മാറുമ്പോഴുള്ള കോംപ്ലിക്കേഷനാണ്. ഓക്കെ.